ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. രാവിലെ മുതൽ പല ചാനലിലൊക്കെ നമ്മളെല്ലാവരും ഉള്ളതാണല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്തിട്ട് സമ്മാനമൊക്കെ കിട്ടും അല്ലേ. കറക്റ്റായിട്ട് ഉച്ചപൂജാലങ്കാരം പറയുന്നവർക്ക് സമ്മാനമൊക്കെ കൃഷ്ണ വിഗ്രഹമൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട് നമ്മൾ തിരുമധുരം പോലെയുള്ള ചാനലുകളൊക്കെ അല്ലേ. പലരും അതിലുള്ളതാണ്. അപ്പം നമ്മൾ ഗസ് ചെയ്ത് പറയുകയാണെന്ന് എന്തായിരിക്കും പൊന്നുണ്ണിക്കണ്ണൻ ആ ഉച്ചപൂജ നടയടച്ച് തുറക്കുമ്പോൾ ആ കളഭാലങ്കാരത്തിൽ എങ്ങനെയാണ് കണ്ണൻ ഇന്നുണ്ടാവുക എന്ന് നമ്മളിങ്ങനെ ഓർത്ത് പറയാണ്. രാവിലെ തൊട്ട് ഓർത്ത് പറയാണ്. അങ്ങനെ ഓർത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചതും ഇത് തന്നെയാണ് ഉച്ചപൂജ അലങ്കാരം എന്ന് നമ്മൾ ഭഗവാനെ ആ രീതിയിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലേ. ഞാൻ പറഞ്ഞ അതേ അലങ്കാരം തന്നെയാണ്, അതേ വർണ്ണന തന്നെയാണ് ഇന്നതാ ഭഗവാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. എങ്ങനെയാ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്? കാളിയമർദ്ദന ഭാവത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. കാളിയമർദ്ദനത്തിൻ്റെ ഭാവത്തിലാണ്. എപ്പോഴും എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്നൊരു അലങ്കാരമാണ്, ഭാവമാണ് കാളിയമർദ്ദന ഭാവം. പലരും ആവശ്യപ്പെടുന്നതാണ്. എന്നോടും പലരും ഈ ഒരു ഭാവത്തെ പറ്റി പറയാനായിട്ടും എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കേൾക്കാൻ പലർക്കും ഇഷ്ടമാണ് കാളിയമർദ്ദനം. എനിക്കും പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കാളിയമർദ്ദനത്തെക്കുറിച്ച്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ നമ്മളിന്ന് പൊന്നുണ്ണിക്കണ്ണനെ കാണാണ്. ആ ഗുരു ഭവനപുരിയിലേക്ക് നമ്മൾ പോവാണ്. ആ കൊടിമരത്തിൻ്റെ കീഴേ കൂടെ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എവിടെ ഇരുന്നാണോ എൻ്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ ഓരോരുത്തരും ഭഗവാനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിലേക്ക് പോവല്ലേ. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തുന്നു. കൊടിമര കീഴേ കൂടെ താഴെ കൂടെ നമ്മൾ അതാ ശ്രീലകത്തേക്ക് എത്തുന്നു പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്. എങ്ങനെയാണ് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ആ നെറുനെയ്യിൻ്റെയും വെണ്ണയുടെയൊക്കെ മണം ആ ശ്രീലകത്തുനിന്ന്, ആ ഉള്ളിൽ നിന്ന്, അമ്പലത്തിൻ്റെ ശ്രീലകത്തുനിന്ന്, ചുറ്റമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങല്ലേ. അപ്പോൾ തന്നെ നമുക്ക് എന്താണ്, കണ്ണൻ അതാ നമ്മളെങ്ങനെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുന്നു കണ്ണൻ. നമ്മളെങ്ങനെ കാണാനായിട്ട് ഓരോരുത്തരെയും, തൻ്റെ ഭക്തജനങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മൾ ശ്രീലകത്ത് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അടുത്തേക്ക് അതാ ശ്രീലകത്ത് ആയിരം നെയ്ത്തിരിവട്ടത്തിൻ്റെയൊക്കെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു അല്ലേ. ഒരുപാട് ആടയാഭരണങ്ങൾ, വജ്രമാലകൾ, മുത്തുമാലകൾ, പവിഴം എല്ലാം ഇട്ടുകൊണ്ട്, സ്വർണ്ണമാലകളൊക്കെ ആയിട്ട്, അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ കെട്ടിക്കൊണ്ട്, പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിക്കൊണ്ട്, മയിൽപ്പീലിയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അദൃശ്യമനോഹരമായ ഭാവം, ആ കണ്ണിലെ കാണുന്ന തിളക്കം, ആ ചുണ്ടിലെ പുഞ്ചിരി എങ്ങനെയാണെന്ന്. കണ്ണൻ അതാ നിൽക്കുന്നു. കാളിയമർദ്ദനത്തിൽ നൃത്തമാടുന്നുണ്ട് കണ്ണൻ. അതാ കാളിയൻ്റെ വാല് ചുരുട്ടിങ്ങനെ ചുഴറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇടത് കൈയാൽ വാലാണ് പിടികൂടിയിരിക്കുന്നത്. വാലും പിടിച്ചങ്ങനെ നിൽക്കുവാണെന്ന് കണ്ണൻ. എന്തൊരു ഭാവമാണല്ലേ. ആ ഉണ്ടമാലയും വനമാലയൊക്കെ ഇങ്ങനെ ഇളകി ആടുന്നുണ്ട്. നൃത്തം ചവിട്ടുന്നുണ്ട്. കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ ഓരോ തലയ്ക്ക് മുകളിലും, കാളിയൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കാലുകൾ വന്ന് വീഴുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഭാവത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കാളിയനപ്പോൾ ആദ്യം എന്താ വിചാരിച്ചത്? ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ, വളരെ നിസാരനാണ്, ഒരു 2.5-3 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് അതാ അങ്ങനെ എൻ്റെ മുകളിലേക്ക് ചാടി കയറുന്നു. അങ്ങനെ കാളിയനപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഓ ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ, എത്ര വേഗം നിഷ്പ്രയാസം കീഴടക്കാമെന്ന്. പക്ഷേ എങ്ങനെയുണ്ട് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ, ആ ഭഗവാൻ എങ്ങനെയാണ് അവിടെ കയറി നിൽക്കുന്നത്. യശോദാം അങ്ങനെ ഓടിത്തരഞ്ഞ് നടക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണുന്നില്ല. കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ എവിടെ പോയി, കൊച്ചിനെ കാണുന്നില്ല, ഉണ്ണി എവിടെ, കണ്ണൻ എവിടെ, കണ്ണനെ കാണുന്നില്ല. കൂട്ടുകാരൊക്കെ അന്തം വിടുന്നുണ്ട്. അമ്മേതാ
കണ്ണനതാ ആ കാളിന്തി നദിയിൽ തൻ്റെ കൂട്ടുകാരെയും ആ കാളിന്തി നദിയെയും വിഷം തുപ്പിക്കൊണ്ട് മലിനമാക്കിക്കൊണ്ട് ആ നദിയെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ട് ഞാനാണ് വലിയവൻ, ഞാനേ ഉള്ളൂ ഇവിടെ എന്നൊക്കെ ധരിച്ചുകൊണ്ട് അതാ കാളിയനതാ അങ്ങനെ അവിടെ ഇങ്ങനെ, ഇതാണ് എൻ്റെ സ്വർഗരാജ്യം, ഇതെനിക്ക് മാത്രമുള്ളതാണ്, ഇവിടെ ഞാൻ മാത്രമേ പാടുള്ളൂ എന്നൊക്കെയുള്ള കാളിയൻ്റെ ആ അഹം എന്ന കാര്യത്തെ, അതായത് അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ എങ്ങനെയാണ്? പ്രപഞ്ച സൃഷ്ടാവാണ്. ഇവിടെ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ കണ്ണൻ അതറിയാം അല്ലേ? കണ്ണൻ അറിയാതെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല. തൻ്റെ വായിൽ വാരിയിട്ട മണ്ണ് തുപ്പിക്കളയാനായിട്ട് അമ്മ ആവശ്യപ്പെടുമ്പോൾ ആ പൊന്നുണ്ണി മണ്ണ് വാരി വായിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണി, മണ്ണ് വാരി തിന്നുന്ന പൊന്നുണ്ണി തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് വാ തുറക്കൂ പൊന്നുണ്ണി എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ വാ തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. ഈ 14 ഉലകങ്ങളും തൻ്റെ വായിൽ അങ്ങനെ കറങ്ങിത്തിരിയുന്നു. എല്ലാം കാണാം, ഈ പ്രപഞ്ചം കാണാം, ഈ ഭൂമിയിലെ സർവ്വതും കാണാം, സർവ്വ ജീവജാലങ്ങളെയും കാണാം, പുഴകളും നദികളും കടലുകളും ഒക്കെ അവിടെ കാണാം. അങ്ങനെ കാണുന്ന യശോദാമ്മ ഇതെന്ത് അത്ഭുതമാണ് തൻ്റെ ഉണ്ണിയുടെ വായിൽ നടക്കുന്നത് എന്ന് അറിയാതെ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ് കളിയന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഇതാ നൃത്തച്ചുവടുകളായിട്ട് കളി വർദ്ധനഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. എന്താണ്? എവിടെ തിന്മയുണ്ടോ ആ തിന്മയെ ഇല്ലാതാക്കാൻ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ നന്മയാക്കാൻ, നന്മ വാരി വിതറാൻ, അതായത് തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ നൃത്തം ചെയ്യാൻ ഭഗവാനതാ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് കാളിയൻ്റെ തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്യാനായിട്ട് ഭഗവാൻ തീരുമാനിക്കുന്നത്. ഒരു ദിവസം നിന്റെ അഹങ്കാരത്തെ, അഹം എന്ന കാരത്തെ ഞാൻ നിർത്തും എന്ന് കാളിയൻ ഉപദേശിക്കുന്നുണ്ട്. കാളിയൻ്റെ മുകളിൽ തല താഴ്ത്തിക്കൊണ്ട് ആ വിഷം തുപ്പിക്കൊണ്ട് അങ്ങനെ നൃത്തമാടുന്നു. തലയ്ക്ക് മുകളിൽ കിണ്ടൽ കണക്കിന് ഭാരമാണ് വന്ന് വീഴുന്നത്. കാളിയൻ വിചാരിച്ച കുഞ്ഞൊന്നുമല്ല ഈ കുഞ്ഞ് ആരാണ്? സാക്ഷാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സാക്ഷാൽ നാരായണനാണ്, ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നു കാളിയനപ്പോൾ. ഈ ഒരു ഭാവത്തിൽ നിന്ന് നമ്മളും മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതഗതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇങ്ങനെ ഞാനാണ് വലിയവൻ എന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്ത കടന്നു വരാത്തതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ചെറുതായാലും കൊച്ചായാലും എന്താണ് നമുക്കിങ്ങനെ മനസ്സിലൊക്കെ തോന്നും അല്ലേ? ഒരു വലിയ പൊസിഷനിലാണ് അല്ലെങ്കിൽ ഒരു വലിയ പദവിയിലാണ് എന്ന് തന്നെ പറഞ്ഞാലും നമുക്കൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആ തോന്നലുകളൊക്കെ ഭഗവാൻ അറിയാതെ തോന്നിപ്പോവരുത്. കാരണം നമ്മളെ സൃഷ്ടിച്ചതും സ്ഥിതിയിലൂടെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ ഭഗവാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തിനാ വെറുതെ ഒരു കൊച്ച് അഹങ്കാരം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അത് അപ്പോഴേ തന്നെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. സത്യമായിട്ടും തീർച്ചയായിട്ടും ഭഗവാൻ അതറിയും. ഇന്നല്ലെങ്കിൽ നാളെ അത് ഭഗവാൻ നമ്മൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നീ അന്ന് ചെയ്ത ആ തെറ്റിൻ്റെ ശിക്ഷ ഇതാ നിനക്കിപ്പോൾ ഞാൻ തരുന്നു. എന്തിനാ വെറുതെ ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് സാക്ഷാൽ ഭഗവാനാണ് എങ്കിൽ, ഭഗവാന് നമ്മളെ നയിക്കാൻ അറിയുമെങ്കിൽ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവാൻ അറിയുമെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ ഈ തെറ്റുകളിലൂടെ കടന്നു പോകുന്നത്? നമ്മൾ നന്മയിലൂടെ മാത്രം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം നന്മയോട് കൂടി തന്നെ ആവുമ്പോൾ എത്ര സുന്ദരമാണല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിമനോഹരമായ ഒരു സത്യത്തെ കാളിയൻ്റെ മുകളിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് നമ്മൾ മനുഷ്യർക്കായിട്ട്, ഈ ഭൂലോകർക്കായിട്ട് ഭഗവാൻ ആ സത്യത്തെ പറയാതെ
പറഞ്ഞു തരുന്നു, ഇതാണ് ഇവിടെ സംഭവിച്ചത്, ഇതാണ് കാളിയമർദ്ദനം. നന്മയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഭഗവാൻ നമ്മളോട് പറയുന്നു. ആ നന്മയെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ നന്മയുള്ളിടത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. തിന്മ എവിടെയുണ്ടോ അവിടെയൊക്കെ ഭഗവാന്റെ ആ രൂപം ഭഗവാൻ അപ്പോഴേക്കും അവിടെ എത്തും. കാരണം സംസ്കൃതം ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ അച്ഛനെയും അമ്മയെയും തടവറയിലാക്കിയ, തൻ്റെ ജനനം, കുഞ്ഞുനാളിലെയുള്ള ഭഗവാന്റെ ആ ജീവിതം, എവിടെയൊക്കെയാണ് എല്ലാം അറിയുന്ന ഈശ്വരനാണ്, തൻ്റെ അമ്മാവനാണ്, കംസനാണ്, പേടി കടന്നു അല്ലേ. അതാ ഒരു അശരീരി വരുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ നിങ്ങൾ വധിക്കപ്പെടുമെന്ന്. അതിനെ തുടർന്നുണ്ടായ എന്തൊക്കെ ചെയ്തു കൂട്ടി, എന്തൊക്കെയാണ് അറിയാം കഥ എല്ലാവർക്കും. ഭഗവാന്റെ ജനനത്തെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവരും അറിയുന്നതാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ നാമം, നാരായണ നാമം നമ്മളിലൂടെ ഇങ്ങനെ എല്ലായിടത്തും എത്തട്ടെ. എപ്പോഴും നന്മ ചെയ്ത് മുന്നേറാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മനസ്സിലെപ്പോഴും നന്മയുള്ള വാക്കുകളും നന്മയുള്ള ചിന്തകളും നന്മയുള്ള പ്രവൃത്തികളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും തൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല വശങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും കണ്ണനറിയാതെ ഒന്നുമില്ല എന്ന ചിന്തയും ഓരോരുത്തരുടെ മനസ്സിലും സ്നേഹവും സാന്ത്വനവും ലാളിത്യവും ഒക്കെയായിട്ട് സഹോദരങ്ങളോട്, സഹജീവികളോട്, മനുഷ്യരോട്, മൃഗങ്ങളോട് എല്ലാവരോടും നന്മ ചെയ്ത് ഒരു പുതിയ യുഗം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അല്ലേ. നമ്മുടെ മനസ്സിലുമുണ്ട്. കണ്ണൻ എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ്റെ, പൊന്നുണ്ണിക്കണ്ണൻ്റെ ഈ സുന്ദരമായ ഭാവമാണ് നമ്മൾ, ആ പുഞ്ചിരിയാണ് നമ്മളിപ്പോൾ ശ്രീലകത്ത് കണ്ടത്. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ, ഇങ്ങനെ ശ്രീലകത്ത് വന്ന് എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഭഗവാന്റെ നിത്യമായ ആ നന്മകൾ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. രോഗികളായ ആളുകളുണ്ട്, ഈ ലോകം മുഴുവനും സുഖമില്ലാതെ കിടപ്പിലായ ആളുകളുണ്ട്. എല്ലാവരുടെ അടുത്തേക്കും ഭഗവാൻ എത്തുന്നുണ്ട്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ ഭഗവാൻ തരട്ടെ എന്ന് വീണ്ടും വീണ്ടും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു. ആ നാരായണ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഗുരുഭവനപുരിയിൽ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കണ്ണൻ അറിയുന്നുണ്ട്, ഭഗവാൻ അറിയുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശം ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.